നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ SDPI കേരളത്തിൽ മത്സരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം. BJP അമിത പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്യാനാണ് ധാരണ. പാർട്ടി നിലപാട് വിശദീകരിക്കാൻ സംസ്ഥാന നേതാക്കൾ മാധ്യമങ്ങളെ കാണും. സംസ്ഥാനത്ത് പൊതുവെ UDFന് അനുകൂലമായ സമീപനം സ്വീകരിക്കുമെന്നാണ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇടതുപക്ഷം സ്വീകരിക്കുന്ന പല നിലപാടുകളോടും പാർട്ടിക്ക് വിയോജിപ്പുണ്ട്. മുസ്ലിം സംവരണത്തിൽ സർക്കാർ കൈകടത്തിയതും ജാതി സെൻസസ് വിഷയത്തിൽ CPM സ്വീകരിച്ച നിലപാടുമെല്ലാം സംശയാസ്പദമാണെന്ന് SDPI നേതാക്കൾ പറയുന്നു. 2019-ൽ 10-ൽ താഴെ മണ്ഡലങ്ങളിലാണ് SDPI മത്സരിച്ചത്. പൊന്നാനിയിൽ മത്സരിച്ച അഡ്വക്കേറ്റ് KC നസീർ 18,000-ലധികം വോട്ട് നേടിയിരുന്നു. 2014-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ SDPI സ്ഥാനാർത്ഥി VT ഇക്രാമുൽ ഹഖ് 26,000-ലധികം വോട്ട് നേടി. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്ന് 2021-ൽ മലപ്പുറത്ത് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ SDPIക്ക് വേണ്ടി മത്സരിച്ച തസ്ലീം റഹ്മാനി 46,758 വോട്ടാണ് നേടിയത്. ഇത്രയും വോട്ടുള്ള പാർട്ടി ഇത്തവണ മത്സരിക്കാതിരിക്കുമ്പോൾ ഈ വോട്ട് ആർക്ക് പോകുമെന്നത് സ്വാഭാവിക ചോദ്യമാണ്. ഇടതുപക്ഷത്തിന്റെ പല നിലപാടുകളും സംശയകരമാണെന്ന് SDPI നേതാക്കൾ പ്രതികരിക്കുന്നു. ജാതി സെൻസസ് വിഷയത്തിൽ കേന്ദ്രമാണ് സെൻസസ് നടത്തേണ്ടതെന്ന നിലപാടായിരുന്നു ഇടതുപക്ഷത്തിന്. ജാതി സെൻസസ് വേണമെന്ന നിലപാടാണ് SDPIക്കുള്ളത്. പാർലമെന്റ് പാസാക്കിയ CAA കേരളത്തിൽ നടപ്പാക്കില്ലെന്ന അസാധ്യമായ പ്രതികരണം CPM നടത്തുന്നത് ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടാണെന്നും SDPI നേതൃത്വം വിലയിരുത്തുന്നു. കേരളത്തിൽ മുസ്ലിം സംവരണത്തിൽ ഇടിവ് വരുത്തി രാജ്യത്ത് ആദ്യമായി മുന്നാക്ക സംവരണം നടപ്പാക്കി തുടങ്ങിയ ഇടതുപക്ഷ നയനിലപാടുകളും SDPI സംശയത്തോടെയാണ് കാണുന്നത്. അതേസമയം BJP A ക്ലാസ് മണ്ഡലങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയ 5 മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് എന്നിവയാണവ. തിരുവനന്തപുരം തൃശൂർ മണ്ഡലത്തിലാണ് BJP കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കാണ് വോട്ട് രേഖപ്പെടുത്തുകയെന്ന് SDPI വൃത്തങ്ങൾ സൂചിപ്പിച്ചു. തമിഴ്നാട്ടിൽ SDPI അണ്ണാ DMK നേതൃത്വം നൽകുന്ന സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഡിണ്ടിഗൽ മണ്ഡലത്തിലാണ് പാർട്ടിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ നല്ലൈ മുബാറക് ജനവിധി തേടുന്നത്. DMK സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന CPM ആണ് ഇവിടെ SDPIയുടെ മുഖ്യ എതിർ സ്ഥാനാർത്ഥി. നന്ദി.